എടാ ജിഫ്റ്റേ ഇതാനാ എടാ ഇതാരാടാ? അതൊക്കെ പറയാ. ഞങ്ങക്ക് പോയിട്ട് വേറെ പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? വാ ആശാന ഒന്ന് ഇറങ്ങി. കുപ്പിയാടാ കൊണ്ട് നോക്കണേ ആശാനെ സൂക്ഷിച്ച് കവി എന്റെ സീറ്റ് പോയാ സോറി ഇതെന്റെ ആശാൻ കുഞ്ഞു ശിവ. ജിമ്മിലാ വെള്ളടിയുടെ ആശാന്റെ കുഞ്ഞിക്ക് ദക്ഷിണ വെച്ച് തുടങ്ങിയാണ്ടല്ല. രാശിയാണ് രാശി രാശി. എടാ ഗോകുലേ തുടങ്ങിക്കോ, നല്ല രാശി തുടങ്ങിക്കോന്ന ഗോകുല. അപ്പൊ പെരതാമസത്തിന് കമത്തണുണ്ടായില്ല. ചേട്ടൻ ഈ താടി എടുത്ത് തുടങ്ങിട്ട് എത്ര നാളെ? 6 വർഷമായി. 6 കൊല്ലമായിട്ട് ഇത്ര ആയിട്ടുള്ളൂ. കളിയാക്കല്ലേട്ടാ, കളിയാക്കല്ലേ. ആശാനെ കാണിക്കാശാനെ. അമ്മേന്ന് വിടർത്താശാനെ. ഒരു കാര്യം നമ്മളിപ്പോ കഴിക്കാൻ പോകുന്നേ ഉഗ്രം വാറ്റാണ്. ബ്രസീലില് പേര് കേട്ട മധുരക്കിഴങ്ങ് ഇട്ട് വെറ്റിച്ച വാറ്റ്. ഇതുകൊണ്ട് അവിടെ വിമാനൊക്കെ പുറത്താറുണ്ട്. നിനക്കിത് എവിടെ കിട്ടി? നമ്മുടെ ആശാനല്ലേ, ആശാൻ ഇവിടെ ബ്രസീലിയൻ സ്റ്റൈലിൽ വാറ്റിയതല്ലേ. സാധനം എടുത്ത് ആശാന ഗ്ലാസ് ബ്രസീലാ ഒരു താട്ടാ. ആശാന കുടിക്കടാ വേഗാട്ടാ. അടുത്തെടുക്ക്. എങ്ങനെയുണ്ട്? ആ സാധനം കൊണ്ടുവന്നേ. അതൊഴിച്ച് ആ കുപ്പി അങ്ങ് കമത്ത്. അതെ ചേട്ടൻ ഈ വെള്ളമൊക്കെ കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. കളിയാക്കല്ലേട്ടാ ആശാനെ. ഗ്ലാസ് അതെ ഒരു എൻ്റെ ഇതൊന്നും കഴിക്കട്ടാ. നിനക്കെന്താ വലത് പുറാവോട്ടുണ്ട് തൂറാനാ എനിക്ക്. അതെ പിണക്കൊക്കെ മാറിയെങ്കിൽ അടിച്ചിട്ട് വേഗം വീട്ടിൽ പോവാൻ നോക്കട്ടാ. ഞങ്ങക്ക് വേറെ പണിയുണ്ട്. ആശാനെ നമുക്ക് പോയാലോ? പോവാം. ഹലോ അതെ ഞങ്ങൾ എന്ത് ഞങ്ങള് നിങ്ങൾ വിട്ടോ പോലെ പോണ്ട. വിട്ടോ ചെല്ലു കേട്ടാ. നിങ്ങൾ അളിയന്മാരായല്ലോ. അതെ ഞങ്ങൾ അളിയന്മാരായി. അളിയന്മാര് ആ ചെല്ലി അളിയന്മാരാണ്. ആ ശരിടാ. ഗുഡ് നൈറ്റ്. കവി ആ കുപ്പി കുപ്പി തിന്നരുതട്ടാ. ചേട്ടോ നോക്കിട്ടാ താടി ചവിട്ടി വീടല്ലേ. ഒന്ന് പോയി കിടന്നുറങ്ങണ വിളക്കൂതി. കുടുംബത്തോട്ട് തന്നെ പോണോട്ടാ. നിന്റെ പോയാലാ നമുക്കിറങ്ങിയാലോ? പോണ്ടാ പോലെ. എടാ അപ്പൻ ഇതുവരെയും വന്നിട്ടില്ലടാ. പോട്ടാ അവിടെ ഇരിക്കടാ. എന്തേ? സോറിടാ. എന്തിന്? എടാ നിന്നോട് എന്ത് പറയണം എങ്ങനെ പറയണം എന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞോടാ. എടാ നീ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എതിര് നിൽക്കുമായിരുന്നു. എടാ ഞാൻ നിന്നോട് എന്തായിരുന്നു പറയണ്ടേ? നിന്റെ പെങ്ങളെ സ്നേഹിക്കുന്നു, അവളെനിക്ക് കെട്ടിച്ചേരുന്നു. നീ എന്നെ അങ്ങനെയാണ് കണ്ടേക്കണേ. ഏയ് സോറിടാ. എന്തടാ? ഗോകുലേ ഇന്നായാലും വീട്ടിൽ പോകണ്ട, നമുക്കിവിടെ കിടക്കാം. എന്തേ? എടാ എനിക്ക് വീട്ടിൽ പോകണ അപ്പനുണ്ടോ? നിന്റെ അപ്പൻ എടുത്ത് കൂടിയില്ലടാ. എവിടെ പോകണം? എടാ എന്റെ അപ്പൻ്റെ ഞാൻ പോട്ടെ. എവിടെ പോവാൻ? നീയും കൂടെ അറിഞ്ഞോണ്ടല്ലോ. അവിടെ ഇരിക്കാനാ? എന്തിരിക്കാൻ? ഇന്ന് ഇവിടെ കിടന്നിട്ട് പോയാ മതി. ഇതെന്തിനായി സാധനം വാങ്ങിച്ച? അത് ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ, ദൈവം പറഞ്ഞിട്ടല്ലേ ഞാൻ വിളിച്ചത്. ഇവിടെ കിടന്നിട്ട് പോയാ മതി. അപ്പനെണ്ടാ ഇവിടെ നീ പറയണ പോലെ അപ്പന്റെ സ്വഭാവം. നീ അവിടെ കിടക്കടാ. ഇന്ന് ആനയെ കാണാൻ ഒരു കൂട്ടർ വരും. ബ്രോക്കർ വിളിച്ചിട്ടുണ്ടായി. നീ രാത്രി എവിടെയായിരുന്നു? പിന്നെ തുടങ്ങിയ അതെ നിനക്കെന്നോടൊരു വാക്ക് പറയാനില്ലേ?
അവൻ എങ്ങനെ പറയുന്ന കരുതി ഉണ്ടായിരുന്നത്. അതെ, നമുക്ക് ജിബിറ്റായിട്ടിനെ നടത്താട്ടാ. തൽക്കാലം ആരും അറിയണ്ട. ഇന്ന് കാണാൻ വരുന്നവരുടെ മുന്നിലേ നന്നായിട്ടൊന്ന് അഭിനയിച്ചോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. കഴിഞ്ഞില്ലടി നിന്റെ പാത്രം കഴുകല്. നീ എവിടെ പോണു? ഞാനിപ്പോ വരാം, കുറച്ച് പണിയുണ്ട്. ആ മൊബൈൽ ഇങ്ങടെ തന്നെ. പണിയാ? നീ പണിക്ക് പോണ്ട. ഇവിടെ ഒരു ചടങ്ങ് നടക്കുമ്പോഴേലും നിനക്കൊന്ന് കുടുംബത്തിൽ നിന്നൂടടാ. ഇതൊക്കെ വെറും ചടങ്ങല്ലേ. നീ ഒരു പഴങ്ങടുത്തേ. ഗോകുലേ, എടാ നമ്പർ കിട്ടിയാ? നമ്പർ മാത്രല്ല, ആഹാ, ഇവന്മാര് വീണ്ടും ഒന്നായ. അച്ഛന് ഒരു അച്ചപ്പ് കൊടുക്കായിരുന്നില്ലേ? ആ ഇത് ഇവിടെ ഉണ്ടാക്കിയതാണല്ലേ? ആ അതെ. മോക്കടെ പേരെന്താ? ആനി വർഗീസ്. എന്തോ? ആനി വർഗീസ്. ആ അങ്കമാലിൽ എവിടെ വീട്? അങ്കമാലിയിൽ ഓലിയങ്കപ്പേടയുടെ പുറയില് ഒരു കുക്കിന്റെ സ്റ്റാച്ചുള്ള വീടുണ്ട്. കുക്ക് യോസ്പ് എന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു തരും, അത്രയ്ക്ക് ഫേമസാ. പിന്നെ ഇവന് സ്വന്തമായിട്ട് ഒരു വീട് വേണമെന്ന് നിർബന്ധം. അതിനവിടെ സ്ഥലം നോക്കാൻ വന്നതേ. മോന് ലണ്ടനിൽ എന്താ ജോലി? അയട്ടിയ. ഓ, കണ്ണിനും തൂറ്റി. ഇല്ല ഇല്ല, ഇവൻ 5-6 ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്നിപ്പോ പറഞ്ഞു വെച്ചതല്ലേ. അപ്പൊ പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയെ അറിയിക്കാം അല്ലേ? ഡാഡി, എനിക്ക് പെൺകുട്ടിയായിട്ട് എന്തെങ്കിലും സംസാരിക്കണ്ടേ? എന്തിനാ? രണ്ടിന്റെ വില കളയിലടോ മോണ്ട. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ ഡേറ്റ് നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാം. അങ്ങനെയല്ലേ? അങ്ങനെ മതി. അതല്ലേ നല്ലത്. ആയിക്കോട്ടെ. അപ്പൊ ശരി. സന്തോഷം. പോയിട്ട് വരാട്ടോ. അപ്പൊ ശരി എന്നാ. പറമ്പ് കഥനെ മോളെ കെട്ടിക്കാനുള്ള പരിപാടിയാണല്ലേ? നടക്കും. അത് സെറ്റാക്കാം. ആരത്? ആനി ആനി. ഹലോ, അവർ വന്നാ? ഓക്കെ ഓക്കെ. എന്താ പറയണേ? ഹലോ ഹലോ ആ ചേട്ടാ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഹലോ, ആരാണ്? ഞാൻ ഒരു കല്യാണക്കാരെ സംസാരിക്കാനാണ്. ആ ഓക്കെ ഓക്കെ, ഞാനൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഓഫീസിലേക്ക് എത്തും. ഓക്കെ, ഓഫീസ് എവിടെയാണ്? SBI ATM-ന്റെ നേരെ മുകളിൽ. അവിടെ എൻ്റെ മരുമോൻ ഉണ്ടാവും. ഓക്കെ ഓക്കെ, ശരി ശരി ശരി. ഈ നമ്പർ ആരുടെയും നോക്കി. ഇത് കൊള്ളാല. ഇതിപ്പോ ഒരു വടിക്ക് 2 വർഷം ആവുമല്ലോ. ആ അങ്കിളെ, ഇന്ന് പോയി മറ്റേ കല്യാണക്കാരെന്തായി? അത് ഓക്കെയാണ് പെപ്പെ, നമുക്കത് പൊളിക്കാം. ഞാനും ഒരു പൊളി പൊളിക്കും. ഞാനൊരു പുത്തൻ ഷർട്ട് എടുക്കുന്നുണ്ട്. നിനക്ക് എന്തിനാണ് ഷർട്ട്? അങ്കിള് നമ്മുടെ അടുത്ത ആദ്യത്തെ കല്യാണം അല്ലേ, അപ്പൊ നമ്മളൊരു പൊളി പൊളിച്ചാലല്ലേ കല്യാണം പൊളിയാവുള്ളൂ. ഏതാ കളറ്? തത്തപ്പച്ച. തത്തപ്പച്ചേ? നീ എന്താ എടുക്കണേ? ഡിസൈനിങ്. ഈ കല്യാണത്തിന്റെ കത്തും ഞാൻ തന്നെ ഡിസൈൻ ചെയ്യും. അതിന് നിനക്ക് ഡിസൈനിങ് അറിയോ? പിന്നല്ലാണ്ട് ഡിസൈനിങ് ഒക്കെ അറിയണോ? ഇതെന്താ ചോദ്യം ചോദിക്കണേ? ഈ വെള്ള പേപ്പറിലേക്ക് ആ പേരും ഡീറ്റെയിൽ ഒക്കെ എഴുതിട്ടോ, ബാക്കി ഞാൻ ഡീൽ ചെയ്തോളാം. ഇത് വർഗീസേട്ടൻ ഞെട്ടും. ചേട്ടാ, ആ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായി. ആ വാ വാ വാ, ഇരിക്ക്. അതെ, വന്ന കാര്യം പറയാം. ആ ചേട്ടൻ ഇപ്പൊ പെണ്ണ് കാണാൻ പോയില്ലേ കടങ്ങൂർക്ക്? അത് നടക്കൂല. അതെന്താ കാര്യം? അവളെ കെട്ടാൻ പോണത് ദേ ഇവനാണ്. ഇവനാ? അതെ, ഇവൻ അവരുടെ അയലക്കത്തെ പയ്യനല്ലേ? അയലക്കത്ത് കെട്ടാൻ പാടില്ലേ? അതൊക്കെ തീരുമാനിക്കട്ടെ ആ പെങ്കൊച്ചിന്റെ അച്ഛനും അമ്മയാണ്. അവര് തീരുമാനിക്കട്ടെ, അല്ലാണ്ട് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഞാൻ അവളുടെ ആങ്ങളെയാണ്. ഈ കാര്യത്തിൽ ഞാനാണ് തീരുമാനിക്കുന്നത്. ഇനി മേലെ എന്റെ പെങ്ങക്ക് പോലെ ചെറുക്കൻ ഉണ്ടാക്കാൻ വന്ന അല്ല പൊളിക്കും തന്റെ കോപ്പ് ഓഫീസും ഇവന്. മനസ്സിലായ? നീ വാടാ. നിന്റെ പേരെന്താ? എന്റെ പേര് പെപ്പേറോഷൻ. പെപ്പേറോഷൻ. നീ കൊറേ നേരം ഇതിനകത്ത് കുത്താൻ നീ എന്തോന്നറിയാം അത് കാണിച്ചു നോക്കണേ. ചേട്ടൻ ഇത് ഓൺ ചെയ്യാൻ അറിയാം കേട്ടോ.
ഓൺ ചെയ്യാനുള്ള നിന്നെ എവിടെ കിട്ടുള്ളൂ ഇവനൊക്കെ. അതെ ഒന്ന് നിന്നേ. എന്തോന്ന് ആ സ്ഥലക്കച്ചവടം ഞാൻ തന്നെ നടത്തൂട്ടാ. സ്ഥലക്കച്ചവടല്ലേ? വാട്ടാ താൻ ആ പരിസരത്തേക്ക് വാ, ശരിയാക്കി തരാം ഞാൻ. അവന്റെ ഒരു തത്ത പച്ചയും കല്യാണ കത്തും എണിച്ച് പോടാ അവിടുന്ന്. ഈ സാധനം ഓൺ ചെയ്യാനത് ഇത്ര കുറ്റമാണോ? ഇവനെന്താണ് അയാളത്തല്ലോ എന്ന് പറയുന്നത്? കെവിന്റെ അമ്മായപ്പനല്ലേ, നമ്മൾ തല്ലാൻ പാടുണ്ടോ? ഒരു മിനിറ്റ്. ഹലോ, എടാ അതെ ആൽബിനെ കൊണ്ട് വേഗം പാതാളം പാലത്തിന്റെ താഴ്ത്തിക്കോ. എന്താടാ എവിടെ? പാതാളം പാലൂലേ, പാതാളം ഓക്കെ പാലത്തിന്റെ താഴ്ത്തിക്ക് വേഗം വരാൻ ആൽബിനെ കൊണ്ട്. ആ എന്താടാ